എന്തായാലും നിങ്ങളുടെ കാര്യം കൊണ്ട് ജോലി കിട്ടി, അത് മതി. ഒരു കാര്യം ചെയ്യും, ആ 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നോ അത്രയും പെട്ടെന്ന് ജോലി കിട്ടും. പിന്നെന്താന്ന് വെച്ചാ എന്റെ അളിയന്റെ അടുത്ത ഫ്രണ്ടും അല്ലേ, ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സാ. അതുകൊണ്ടാ പറഞ്ഞത് 1 ലക്ഷം മതിന്ന്. മോനെ, 1 ലക്ഷം രൂപയുടെ കൊടുത്ത് 2000 രൂപയുടെ കൂട്ടിത്തരാം. പക്ഷെ അവനിപ്പോ നാട്ടിലൊരു ചെറിയ ബാർ ഹൗസിലാണ് ഉള്ളത്. എന്നാൽ അങ്ങോട്ട് പോകണമെങ്കിൽ കയ്യിൽ ചില്ലി കാശുമില്ല. നീ വേഗം പോയി 2000 രൂപ എടുത്തോണ്ടാ ഞാൻ വേഗം പോയിട്ട് വേഗം തിരിച്ചു വരും. എന്നാ വേഗം പോയിട്ട് കാശ് എടുത്തോണ്ട് വരാവോ? ആണോ? ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അളിയന്റെ ഇത് പൈസ മേടിച്ചോണ്ട് വരാം. ചെല്ലു ചെല്ലു, വേഗം ചെല്ലു. വേഗം 2000 രൂപ എടുക്ക്. എന്തിനാ? അയ്യോ എടുക്കളിയാ, ഞാൻ പറയാം. അളിയൻ തരുന്ന 2000-ന് 1 ലക്ഷം ആക്കി ഞാൻ കാണിക്കാം. അപ്പച്ചാ, ഇതാ 2000 രൂപ. പോയിട്ട് മറക്കാതെ 1,02,000 രൂപ എടുത്തോണ്ട് വരണം. മോനെ, ഇന്ന് തീയതി ഓർത്ത് വെച്ചു, ഫെബ്രുവരി 28. 2 ദിവസത്തിനകം ഫെബ്രുവരി 30 ആകും. അപ്പൊ ഞാൻ വരാം. നിങ്ങളോട് മേടിച്ച പണം എവിടെയാ കയ്യിൽ കാണിച്ചേ? ഈ ഉള്ളം കൈക്കകത്ത് ഞാൻ വെച്ച്. അപ്പോട്ടും പോയിട്ട് വരട്ടെ. നൈസ് മീറ്റിംഗ് യു. വേഗം പോയി. അത് വരെയും കൈ നീട്ടി പിടിച്ചു വെച്ചോണ്ടിരുന്നു. അളിയാ, പൊന്നളിയാ, ആ മണ്ടൻ അപ്പച്ചറ ഞാൻ പറ്റിച്ചളിയാ. അത് പോട്ടെ, 2000 രൂപ എത്താ ഇതേ? ആ മണ്ടന്റെ കൊടുത്തയച്ചു. ഫെബ്രുവരി 31-ാം തീയതി ആ 1 ലക്ഷത്തിന്റെ കൂടെ 2000 രൂപയും കൂടി ചേർത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാളുടെ താമസം ബാർ ഹൗസിലാ. ഫെബ്രുവരിയിൽ 30 ഇതുപോലെ തനിക്ക് അറിഞ്ഞൂടെ? തനിക്ക് വിവരമില്ല? ബാർ ഹൗസ് എന്ന് വെച്ചാ താന് വൈറ്റ് ഹൗസ് ആന്ന് വിചാരിച്ചല്ലേ? ബാർ ഹൗസ് എന്ന് വെച്ചാ ഇത്. ചേട്ടാ, ആ മൊബൈൽ റെഡിയാക്കിയോ? ഏത് ഫോണാണ് സാറേ? റെസിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? അത് ചേട്ടാ, രാവിലെ എന്റെ കൂടെ ഒരു പെൺകുട്ടി വന്ന് മൊബൈൽ ഫോൺ തന്ന് റെഡിയാക്കാൻ പറഞ്ഞില്ലേ? അപ്പോഴേക്കും ഞങ്ങൾ മറന്നുപോയോ? ഓ, നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുമോ സാറേ? 20,000 രൂപയുടെ കച്ചവടം നശിപ്പിച്ചിട്ട് 250 രൂപയുടെ ചാർജർ കൊണ്ടുപോയ ആളല്ലേ. രാവിലെ നിങ്ങൾ ഇതാ ആ നല്ല കാര്യം കൊണ്ടേ എന്റെ ക്യാമറയാ പോയത്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരെ മുഖത്തോട്ട് ക്യാമറയും വെച്ച് വീഡിയോ എടുത്തോണ്ടിരുന്ന പിന്നെ ചുമ്മാതിരിക്കണോ? എന്റെ സാറേ, രാവിലെ നിങ്ങൾ മാത്രം വന്നേ, ആരെ ഞാൻ കൂടെ കണ്ടില്ല. നിങ്ങൾ എന്താ പറയുന്നേ? സംശയമുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ നോക്കാം. അത് നിങ്ങൾ എടുത്തിടാ മോനെ. അതിനകത്തുണ്ട്, എല്ലാം ക്ലിയറാ. അയ്യോ, ഇവിടെ പോയി? ഏത് കുട്ടിയുടെ കാര്യം സാറേ ചോദിക്കുന്നേ? അവളെന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കാണാതിരിക്കുന്ന ആ കുട്ടി എന്താ പ്രേതവും വിശ്വാസം വല്ലതും ആണോ? ഇതിന് കുറച്ച് പണിയുണ്ടെന്നേ, വൈകുന്നേരം വന്ന് വാങ്ങിച്ചോ. സൂര്യ, എടാ സൂര്യ, ചേട്ടൻ എന്തിയ മോളെ? എനിക്കറിയില്ല അമ്മേ. എന്തു പറ്റി അമ്മേ? എന്താടാ ഇത്? അത് ഓ, ഇതാണമ്മേ. ഇന്നലെ പെൻസിൽ ബ്ലേഡ് കൊണ്ട് വെട്ടുമ്പോ എന്റെ വിരലും മുറിഞ്ഞു. അത് ചേട്ടന്റെ കർച്ചീഫ് വെച്ചാ തുടച്ച്. അതിനിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനുണ്ടോ അവിടെ? ആ, അകത്തുണ്ട്, ചെന്ന് നോക്ക്. അച്ഛാ, അപ്പുറത്തെ വീട്ടിലാരാ താമസം? എടാ, മുമ്പേ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ആ വീട്ടിൽ ആരുമില്ലാന്ന്. ആരുമില്ലെന്നോ? ആ എടാ, പ്രേതവും ഭൂതവും ഒക്കെ വരുന്നിടത്ത് ആരെങ്കിലും ഇരിക്കൂടാ അവിടെ? അതല്ല അച്ഛാ, ആ ബംഗ്ലാവിൽ ആൾക്കാർ താമസിക്കുന്നത് ഞാൻ കണ്ടല്ലോ. എടാ, ഈ നാട്ടില് ചിലരൊക്കെ ഉണ്ടല്ലോ, പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇല്ലാത്ത തോന്നിയ ദിവസമൊക്കെ കാണിക്കൂടാ. നമ്മുടെ അപ്പുവേട്ടനെ നിനക്ക് അറിഞ്ഞൂടെ? അവനെന്തോ അവന്റെ കുടുംബ സ്വത്താണെന്നുള്ള വിചാരത്തില് ആ സ്ഥലം അവന്റെയാന്ന് പറഞ്ഞ് അവിടെ വരുന്നവരുടെ കയ്യിൽ നമുക്ക് കാശ് പിടിച്ച് മേടിക്കൂടാ. അങ്ങനെ അവിടെ വന്ന ആരെങ്കിലും ഒരാളായിരിക്കും നീ കണ്ടിട്ടുള്ളത്, സംശയിക്കണ്ട. ഒരുപാട് പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ആ കൊട്ടാരത്തിലെ റാണിയുടെ ആത്മാവ് അവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല, കണ്ടിട്ടേ ഇല്ല. അപ്പൊ അച്ഛൻ പറയുന്നത് സത്യമാണെങ്കിൽ സ്വപ്ന, വെണ്ണില, ആന്റി ഇവരൊക്കെ ആരാ? സ്വപ്ന മരിച്ചെന്നോ?
കണ്ട ബംഗ്ലാവ് അതെങ്ങനെ ഈ അവസ്ഥയിലേ? ദൈവമേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ചോക്ലേറ്റ് ഇത് ഞാൻ സ്വപ്നയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണല്ലോ. ഈ ചോക്ലേറ്റ് വെണ്ണിലേക്ക് കൊടുത്താണല്ലോ. അപ്പോ ഇതെല്ലാം എന്റെ തോന്നലാണോ? എന്താ നിന്റെ ഈ കോലം? എന്താ സംഭവിച്ചത്? എങ്ങനെ സംഭവിച്ചേ? കുറച്ചു നേരം മുന്നേ വരെ നമ്മൾ ഒരുമിച്ചല്ലേണ്ടായിരുന്നേ. ഇതിനൊക്കെ കാരണം ആരാ? ഇവരാണ് കാരണം. ആര് കണ്ടാലും ഒറിജിനൽ എന്ന് വിചാരിക്കുള്ളൂ. ഈ പ്രേതത്തിനെ ഒറിജിനൽ പോലെ ഉണ്ടെന്ന് ഇത്. അത്ര അഭിനയമല്ലേ? ഈ ക്യാമറ കൂടെ നോക്കാൻ എനിക്ക് പേടിയാകും ഇപ്പൊ. അടിപൊളി ഐശ്വര്യമുള്ള പ്രേതമാ. ചുടുകാട്ടിന്ന് നേരെ വന്ന പോലുണ്ട്. അയ്യോ 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 അയ്യോ, ഇത് പിടിക്കണ. അത്ഭുതമായിരിക്കുന്നു. ഒറിജിനൽ പ്രേതം പോലെയുണ്ട്. ഓക്കെ, ഞാൻ എടുക്കുന്ന പടത്തിലല്ല ഇനി നീ പ്രേതം. പ്രേതത്തിന്റെ മാല പടക്കവാ. നാളെ തേങ്ങ ഉടച്ച് പൂജ ഇടുന്ന സിനിമയ്ക്ക് നിനക്ക് റോള് കൺഫേം. ഈ വിവരക്കേടിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്താണ് ഇവിടെ? നീ ആരാന്ന് വിചാരിച്ച? ഡയറക്ടറോ? അതാടാ. ഈ സമയത്ത് എന്താ നിനക്ക് ഇവിടെ പരിപാടി? എനിക്ക് പണിയില്ലാത്തതുകൊണ്ടല്ല നിന്റെ അനിയത്തി വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തത്. അപ്പുവേട്ടൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഡിങ്ക് ഡിങ്ക നീ പടത്തിൽ അഭിനയിപ്പിച്ചത്. അവനാ? അതെ, അവനും നിനക്കും കൂടി ചേർത്തിട്ട് ഒരുമിച്ചായിരിക്കും ഞാൻ തരുന്നത്. ഇറങ്ങി പോടാ അവിടുന്ന്. എടി വീട്ടിൽ പോടി. നീ ആരെ ഇതിനിടയ്ക്ക്? കൊണ്ടുപോ വേഗം പ്രയത്നം അങ്ങോട്ട് കൊണ്ടുപോ. പോയി ഷോട്ട് എടുക്കാൻ നോക്ക്. ഒരു കാര്യം കേട്ടോ, മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കേ. നിന്നെ വെച്ച് വേണമെങ്കിലും ഞാൻ പടം എടുക്കും. അന്ന് എന്റെ അവസാനം ആയിരിക്കും. വിട്ടോ.